പ്രിയ വിദ്യാർത്ഥികളെ, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ ഡിഫറൻസ് വരുമ്പോൾ അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ 2 ഇലുസ്ട്രേഷൻ ചെയ്തു. ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഇലുസ്ട്രേഷനും ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് അതിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഇലുസ്ട്രേഷനും നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് തുടങ്ങി ക്യാഷ് ബുക്ക് ബാലൻസിൽ അവസാനിക്കുന്ന ഒരു ഇലുസ്ട്രേഷനാണ്. ആദ്യം നമുക്കതിൻ്റെ ഫോർമാറ്റ് ഒന്ന് പരിചയപ്പെടാം. ഏറ്റവും മുകളിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്ഥാപനത്തിൻ്റെ പേരെഴുതണം. ദെൻ ഡേറ്റ് ഓഫ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം ഫസ്റ്റ് ആയിട്ട് എഴുതേണ്ടത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഫേവറബിൾ ബാലൻസ്. അപ്പോൾ ഫേവറബിൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെപ്പോസിറ്റ് ബാങ്കിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അങ്ങനെ ഫേവറബിൾ ബാലൻസ് ആണെങ്കിൽ എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത് പ്ലസ് എമൗണ്ട് കോളത്തിലാണ്. ഇനി ഏതൊക്കെ എൻട്രികളാണ് പ്ലസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്, ഏതൊക്കെ എൻട്രികളാണ് മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത് എന്ന് നോക്കാം. എൻട്രീസ് ഓൺ അക്കൗണ്ട് ഓഫ് വിച്ച് ദ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഈസ് ലെസ്സർ ഇൻ കമ്പാരിസൺ ടു ദ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇവിടെ നമ്മൾ എല്ലാ കോസസും വിശകലനം ചെയ്ത് 2 ബാലൻസുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പാസ്ബുക്ക് ബാലൻസ് കുറവും ക്യാഷ് ബുക്ക് ബാലൻസ് കൂടാനുമുള്ള സാഹചര്യങ്ങൾ, അത്തരം കോസസ് ആണ് പ്ലസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. 2 ബാലൻസുകളും കമ്പയർ ചെയ്യുമ്പോൾ പാസ്ബുക്ക് ബാലൻസ് കുറവും ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുതലും വരുന്ന കോസസ് ആണ് പ്ലസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ദെൻ എൻട്രീസ് ഓൺ അക്കൗണ്ട് ഓഫ് വിച്ച് ദ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഈസ് ഹയർ ഇൻ കമ്പാരിസൺ ടു ദ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, അതാണ് മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ കോസസിലാണ് പാസ്ബുക്ക് ബാലൻസ് കൂടുതൽ വരുന്നത് കമ്പയർഡ് ടു ക്യാഷ് ബുക്ക് ബാലൻസ്. അങ്ങനെ പാസ്ബുക്ക് ബാലൻസ് കൂടാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തി ആ കോസസ് ആണ് മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം 2 എമൗണ്ട് കോളങ്ങളും ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ പ്ലസ് എമൗണ്ട് കോളാണ് കൂടുതൽ വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ബാലൻസ് ഫേവറബിൾ ബാലൻസ് ആണ്, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇതിൽ വരാവുന്ന എല്ലാ എൻട്രികളും എല്ലാ കോസസും നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് പ്ലസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. പാസ്ബുക്ക് ബാലൻസ് കുറവും ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുതലും ആവുന്ന കോസസ് ആണ് പ്ലസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ഏതൊക്കെയാണ് ആ കോസസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ചെക്സ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ബൈ ബാങ്ക്. ബാങ്കിലേക്ക് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി. ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുതലാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് യെറ്റ് കളക്റ്റഡ്. അത് ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്ന് പറയുമ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കുറവാണ് കമ്പയർഡ് ടു ക്യാഷ് ബുക്ക് ബാലൻസ്. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് കുറയാനുള്ള ഒരു സാഹചര്യമാണ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. അത് പ്ലസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് നമുക്ക് വേണ്ടിയിട്ട് നേരിട്ട് ചില പേയ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. പാസ്ബുക്കിൽ നിന്ന് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. പാസ്ബുക്ക് ബാലൻസ് കുറവാണ്. അത് എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു പേയ്മെന്റ് ആണ് പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പാസ്ബുക്ക് ബാലൻസ് എന്ത് ചെയ്യും, കുറഞ്ഞു കാണിക്കും. അത് എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കുറവും ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതലുമാണ്. അങ്ങനെ പാസ്ബുക്ക് ബാലൻസ് കുറയാനുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അത് പ്ലസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ബാങ്ക് ചാർജ് ആൻഡ് കമ്മീഷൻ ചാർജ്ഡ് ബൈ ബാങ്ക്. ബാങ്ക് കമ്മീഷൻ അതുപോലെ തന്നെ മറ്റ് സർവീസ് ചാർജുകളൊക്കെ പാസ്ബുക്കിൽ നിന്ന് അവർ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ബാലൻസിൽ അവർ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പാസ്ബുക്ക് ബാലൻസ് കുറവാണ്, ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുതലാണ്. പാസ്ബുക്ക് ബാലൻസ് കുറയാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പ്ലസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് ഡിസോണേഡ് ബൈ ബാങ്ക്. ബാങ്കിലേക്ക് ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ അത് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടി. അത് എവിടെ രേഖപ്പെടുത്തുന്നില്ല, പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്നില്ല, കാരണം ആ ചെക്ക് ഡിസോണറായി. അങ്ങനെ വരുമ്പോൾ ചെക്ക് ഡിസോണറാണ്, പാസ്ബുക്കിലെ ബാലൻസ് കുറവാണ്, ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതലാണ്. പാസ്ബുക്കിലെ ബാലൻസ് കുറയാനുള്ള ഒരു സാഹചര്യമാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് അത് പ്ലസ് എമൗണ്ട് കോളത്തിൽ
രേഖപ്പെടുത്തണം. അടുത്ത പോയിന്റ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് ഒമിറ്റഡ് ടു റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. സപ്ലയർക്ക് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു, ആ ചെക്ക് നമ്മൾ എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല? ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ചെക്ക് സപ്ലയർ ബാങ്കിൽ പ്രസന്റ് ചെയ്തു, അവിടെ നിന്ന് അതിന്റെ പേയ്മെന്റ് അയാൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കുറയും. ചെക്ക് ഇഷ്യൂ ചെയ്തു, ആ ചെക്ക് സപ്ലയർ ബാങ്കിൽ നിന്ന് ക്യാഷ് ചെയ്തു, പാസ്ബുക്കിലെ ബാലൻസ് കുറഞ്ഞു. ഇത് എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല? ക്യാഷ് ബുക്കിൽ പേയ്മെന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതലാണ്, പാസ്ബുക്കിലാണ് ഈ പേയ്മെന്റ് രേഖപ്പെടുത്തിയത്, അതുകൊണ്ട് പാസ്ബുക്കിലെ ബാലൻസ് കുറവാണ്. പേയ്മെന്റ് ആണ് കൊടുത്തത്, പാസ്ബുക്കിലെ ബാലൻസ് കുറഞ്ഞു. പേയ്മെന്റ് എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല? ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല, അപ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതലാണ്. അപ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കുറയാനുള്ള ഒരു കാരണമാണ്, അതുകൊണ്ട് പ്ലസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. എനി റോങ് ഡെബിറ്റ് ഗിവൺ ബൈ ബാങ്ക് ഇൻ ദ പാസ്ബുക്ക്. പാസ്ബുക്കിൽ തെറ്റായിട്ടുള്ള ഏതെങ്കിലും ഡിഡക്ഷൻസ് അവർ വരുത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ എൻട്രികൾ അവർ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബാലൻസിൽ നിന്ന് അവർ കുറച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പാസ്ബുക്കിൽ തെറ്റായിട്ട് ഒരു ഡെബിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് കുറയും. പക്ഷെ അത് എവിടെ കാണുന്നില്ല? ക്യാഷ് ബുക്കിൽ ആ തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കുറയുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് പ്ലസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് പ്ലസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്താനായി വരുന്നത്. ഇനി ഏതൊക്കെയാണ് മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ഒരു സപ്ലയർക്ക് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു, ബട്ട് ഇറ്റ് ഈസ് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂ ചെയ്ത ഉടനെ തന്നെ നമ്മളത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി, ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറഞ്ഞു. എന്നാൽ അത് പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല, കാരണം ഇത് എവിടെ എത്തിയിട്ടില്ല? ബാങ്കിൽ എത്തിയിട്ടില്ല. അപ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കൂടുതലാണ്. ഒരു പേയ്മെന്റ് ആണ് രേഖപ്പെടുത്താത്തത്, അതുകൊണ്ട് പാസ്ബുക്കിലെ ബാലൻസ് കൂടുതലാണ്. പാസ്ബുക്ക് ബാലൻസ് കൂടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത്, അതുകൊണ്ട് അത് എവിടെ എഴുതണം? മൈനസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക്. ബാങ്ക് നമുക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ നമുക്ക് തരാനുള്ള ഇൻട്രസ്റ്റ് പാസ്ബുക്കിൽ രേഖപ്പെടുത്തി. പാസ്ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കൂടും. ഇത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല, ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറവാണ്. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് കൂടാനുള്ള സാഹചര്യമാണ്. ദെൻ എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ബൈ ദ കസ്റ്റമേഴ്സ്. ഒരു കസ്റ്റമർ നമുക്ക് തരാനുള്ള ക്യാഷ് നേരിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പാസ്ബുക്ക് ബാലൻസ് കൂടും, ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുന്നില്ല, കാരണം അത് നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല. പാസ്ബുക്ക് ബാലൻസ് കൂടാനുള്ള ഒരു സാഹചര്യമാണ് കിട്ടിയിട്ടുള്ളത്, അത് മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് കളക്റ്റഡ് ബൈ ബാങ്ക്. നമുക്ക് വേണ്ടി നമ്മുടെ ബാങ്ക് മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും കമ്പനികളിൽ നിന്നൊക്കെ കിട്ടാനുള്ള ഇൻട്രസ്റ്റും ഡിവിഡൻഡൊക്കെ കളക്ട് ചെയ്തു, പാസ്ബുക്കിൽ അത് ക്രെഡിറ്റ് ചെയ്തു, ബാലൻസ് കൂടി. അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറവാണ്. പാസ്ബുക്ക് ബാലൻസ് കൂടാനുള്ള ഒരു സാഹചര്യമാണ് മൈനസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് ഒമിറ്റഡ് ടു എൻ്റർ ഇൻ ക്യാഷ് ബുക്ക്. നമ്മളൊരു ചെക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താതെ വിട്ടുപോയി. പക്ഷെ അത് എവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്? പാസ്ബുക്കിൽ രേഖപ്പെടുത്തി. പാസ്ബുക്കിൽ ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് രേഖപ്പെടുത്തുമ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കൂടും. ക്യാഷ് ബുക്കിൽ അത് രേഖപ്പെടുത്താത്തത് കാരണം ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറവാണ്. പാസ്ബുക്കിലെ ബാലൻസ് കൂടാനുള്ള ഒരു സാഹചര്യമാണ് മൈനസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ എനി റോങ് ക്രെഡിറ്റ് ഗിവൺ ബൈ ബാങ്ക് ഇൻ ദ പാസ്ബുക്ക്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റ് ബൈ മിസ്റ്റേക്ക് നമ്മുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പാസ്ബുക്കിൽ ബാങ്ക് രേഖപ്പെടുത്തി, മറ്റാരുടെയോ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കൂടുതലും ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറവാണ്. പാസ്ബുക്കിലെ ബാലൻസ് കൂടാനുള്ള സാഹചര്യം ആയതുകൊണ്ട് അതിനെ മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് കുറയാനുള്ള സാഹചര്യങ്ങൾ പ്ലസ് എമൗണ്ട് കോളത്തിലും പാസ്ബുക്ക് ബാലൻസ് കൂടാനുള്ള സാഹചര്യങ്ങൾ മൈനസ് എമൗണ്ട് കോളത്തിലും എഴുതി ഈ എമൗണ്ട് കോളങ്ങൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കതിനെ ഫേവറബിൾ ബാലൻസ് എന്ന് പറയാം. ഇവിടെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ്. മൈനസ് എമൗണ്ട് കോളാണ് കൂടുതലെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് കണക്കാക്കണം? അൺഫേവറബിൾ ബാലൻസ് അതല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ഇനി നമുക്കൊരു ഇലിസ്ട്രേഷൻ നോക്കാം. പ്രിപ്പയർ എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് മെസേഴ്സ് ബോസ് ആൻഡ് കമ്പനി ആസ് ഓൺ May 31, 2017. അപ്പോൾ ബോസ് ആൻഡ് കമ്പനിയുടെ ഒരു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഡേറ്റ് May 31. The bank passbook showed a balance of rupees 45,000 on May 31, 2017. പാസ്ബുക്ക് പ്രകാരം അവരുടെ ബാലൻസ് 45,000 ആണ് കിട്ടിയിട്ടുള്ളത്. ചെക്ക് ഇഷ്യൂഡ് ബിഫോർ May 31, 2017 amounting to rupees 25,940 had not been presented for encashment.
ഇപ്പോൾ 25,940 രൂപയുടെ ചെക്ക് നമ്മൾ മെയ് മാസത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും അത് എവിടെ പ്രസന്റ് ചെയ്തിട്ടില്ല? ബാങ്കിൽ അത് എൻകാഷ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്തിട്ടില്ല. ദെൻ 2 checks of ₹3,900 and $2,350 were deposited into bank on May 31, but the bank gave credit for the same in June 2017. മെയ് 31-ന് 2 ചെക്കുകൾ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. മെയ് 31-നാണ് നമ്മൾ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. മെയ് 31 വരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ മെയ് 31 വരെയുള്ള ആ സ്റ്റേറ്റ്മെന്റിൽ ഈ ഡെപ്പോസിറ്റ് കാണുന്നില്ല. കാരണം അത് കളക്ട് ചെയ്ത് കിട്ടിയത് എന്നാണ്? ജൂൺ മാസത്തിലാണ്. അപ്പോൾ മെയ് മാസത്തിൽ ആ എൻട്രി വരുന്നില്ല. പക്ഷെ അത് എവിടെ വന്നിട്ടുണ്ട്? ക്യാഷ് ബുക്കിൽ അത് വന്നിട്ടുണ്ട്. ഇപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. എ ചെക്ക് ഓഫ് ₹2,500 ഈസ് റിട്ടേൺഡ് ഡിസോണേഡ് ഓൺ 31st May 2017. അപ്പം മെയ് 31-ാം തീയതി ഒരു ചെക്ക് ഡിസോണർ ആയിട്ടുണ്ട്. അതിന്റെ എമൗണ്ട് 2,500 ആണ്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ₹27,810. ഇവിടെ ക്യാഷ് ബുക്ക് ബാലൻസും തന്നിട്ടുണ്ട് 27,810. 2 ബാലൻസും തന്നിട്ടുണ്ട്. നമ്മൾ ഏത് ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്? പാസ്ബുക്ക് ബാലൻസ് വെച്ചാണ് തുടങ്ങുന്നത്. ദ ബാങ്ക് പാസ്ബുക്ക് ഷോഡ് എ ബാലൻസ് ഓഫ് ₹45,000 ഓൺ May 31, 2017. ഇപ്പോൾ തുടങ്ങുന്നത് പാസ്ബുക്ക് ബാലൻസിലാണ്. സ്റ്റേറ്റ്മെന്റ് അവസാനിക്കുന്നത് എവിടെയാണ്? ക്യാഷ് ബുക്ക് ബാലൻസിലാണ് അവസാനിക്കേണ്ടത്. സ്റ്റാർട്ടിംഗ് ഫ്രം പാസ്ബുക്ക് ബാലൻസ് ആൻഡ് എൻഡ്സ് അറ്റ് ക്യാഷ് ബുക്ക് ബാലൻസ്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് തുടങ്ങാണ്. റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് മെസ്സേഴ്സ് ബോസ് ആൻഡ് കമ്പനി ആസ് ഓൺ May 31, 2017. ഇപ്പോൾ ഫസ്റ്റ് എൻട്രി ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഫേവറബിൾ ബാലൻസ് ആണ്, പ്ലസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ അടുത്ത പോയിന്റ്, ചെക്ക് ഇഷ്യൂഡ് ബിഫോർ May 31, 2017 amounting to ₹25,940 had not been presented for encashment. ഇപ്പോൾ 25,940 രൂപയുടെ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു. ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പേയ്മെന്റ് ആയിട്ട് രേഖപ്പെടുത്തി. ക്യാഷ് ബുക്ക് ബാലൻസ് കുറവാണ്. ദെൻ അത് എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല? പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 25,940 reduced in cash book balance when the check is issued. നമ്മൾ പേയ്മെന്റ് ആയിട്ട് രേഖപ്പെടുത്തുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്യാഷ് ബുക്കിലാണ് ഈ എൻട്രി എഴുതിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 ബാലൻസുകളും കമ്പയർ ചെയ്യുമ്പോൾ പാസ്ബുക്ക് ബാലൻസ് കൂടുതലും ക്യാഷ് ബുക്ക് ബാലൻസ് കുറവുമാണ്. പാസ്ബുക്ക് ബാലൻസ് കൂടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത്. ഇതെന്ത് ചെയ്യണം? മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് മൈനസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. എന്താണ് കാരണം? പാസ്ബുക്ക് ബാലൻസ് കൂടുതലായിട്ട് വരുന്ന ഒരു കോസാണ് കണ്ടെത്തിയത്. സ്റ്റേറ്റ്മെന്റിൽ അത് മൈനസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. 2 checks of ₹3,900 and $2,350 were deposited into bank on May 31, but the bank gave credit for the same in June 2017. മെയ് മാസത്തിലാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. പക്ഷെ ക്രെഡിറ്റ് വന്നത് ജൂൺ മാസത്തിലാണ്. നമ്മൾ ഏത് മാസത്തെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് തയ്യാറാക്കുന്നത്? മെയ് മാസത്തെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ മെയ് മാസത്തെ സ്റ്റേറ്റ്മെന്റിൽ ഈ ഡെപ്പോസിറ്റ് കാണുന്നില്ല. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് ബുക്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ₹6,250 എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓഫ് ദീസ് 2 checks, ഈ 2 ചെക്കിന്റെയും ടോട്ടലാണ് 6,250. അത് ഡെപ്പോസിറ്റ് ആയിട്ട് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഡഡ് ഇൻ ക്യാഷ് ബുക്ക് ബാലൻസ് വെൻ ദ ചെക്ക് ഈസ് ഡെപ്പോസിറ്റഡ്. ആ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മളത് ക്യാഷ് ബുക്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയിട്ടുണ്ട്. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ക്യാഷ് ബുക്ക് ബാലൻസ് ആണ് കൂടിയിട്ടുള്ളത്. ഡെപ്പോസിറ്റ് ചെയ്തു, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി, ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി. അങ്ങനെ വരുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ആണ് കൂടുതൽ, പാസ്ബുക്ക് ബാലൻസ് കുറവാണ്. പാസ്ബുക്ക് ബാലൻസ് കുറയാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റിൽ അത് പ്ലസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. 6,250. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. 2 ചെക്കിന്റെയും എമൗണ്ട് ഒരേ ഇഫക്റ്റ് ആണ്. അതുകൊണ്ട് അത് ഒരുമിച്ച് 6,250 പ്ലസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ എ ചെക്ക് ഓഫ് ₹2,500 റിട്ടേൺഡ് ഡിസോണേഡ് ഓൺ 31st May 2017. 2017 മെയ് മാസത്തിൽ ഒരു ചെക്ക് ഡിസോണർ ആയിട്ട് തിരിച്ചു കിട്ടി. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എവിടെ രേഖപ്പെടുത്തിയതാണ്? ക്യാഷ് ബുക്കിൽ നേരത്തെ ഇത് ഡെപ്പോസിറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയതാണ്.
അങ്ങനെ വരുമ്പോൾ ഇത് ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കിൽ അത്രയും എമൗണ്ട് ആ ബാലൻസ് വർദ്ധിച്ചിട്ടുണ്ട്. ₹2,500 ആഡഡ് ഇൻ ക്യാഷ് ബുക്ക് ബാലൻസ് വെൻ ഇറ്റ് ഈസ് ഡെപ്പോസിറ്റഡ്. കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതലായിട്ടിരിക്കുന്നുണ്ട് 2,500. കാരണം അത് ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് തന്നെ ക്യാഷ് ബുക്കിൽ അത് ഡെപ്പോസിറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിസോണറായി. അപ്പോൾ ഇനി ഇത് എവിടെ രേഖപ്പെടുത്തുന്നില്ല, പാസ്ബുക്കിൽ ഇങ്ങനെ ഒരു എൻട്രി വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ പാസ്ബുക്ക് ബാലൻസ് കുറയാനുള്ള ഒരു സാഹചര്യമാണ് ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ക്യാഷ് ബുക്ക് ബാലൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതെന്ത് ചെയ്യണം, പ്ലസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. പാസ്ബുക്ക് ബാലൻസ് കുറയാനുള്ള സാഹചര്യമാണ്, അതുകൊണ്ട് അത് പ്ലസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. ചെക്ക് ഡിസോണേർഡ് 2,500. അപ്പോൾ ഇത്രയും കോസസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കോസസും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാലൻസ് ചെയ്യണം. പ്ലസ് എമൗണ്ട് കോളാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ ഫേവറബിൾ ബാലൻസ് ആണ് വരിക 53,750. 53,750 നിന്ന് 25,940 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്, 27,810. പ്ലസ് എമൗണ്ട് കോളാണ് കൂടുതൽ. ഇത് ഫേവറബിൾ ബാലൻസ് ആണ്, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഈ ബാലൻസ് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 27,810. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തത് എന്താണ്, പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് തുടങ്ങി ക്യാഷ് ബുക്ക് ബാലൻസിൽ അവസാനിച്ചു. പാസ്ബുക്ക് ബാലൻസ് കുറയാനുള്ള സാഹചര്യങ്ങൾ പ്ലസ് കോളത്തിലും, പാസ്ബുക്ക് ബാലൻസ് ക്യാഷ് ബുക്ക് ബാലൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുന്ന സാഹചര്യങ്ങൾ മൈനസ് എമൗണ്ട് കോളത്തിലും എഴുതി. അതിനുശേഷം ബാലൻസ് ചെയ്തു. നമുക്ക് കിട്ടിയത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 27,810. ഇങ്ങനെയാണ് ഈ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത്. ഇന്ന് തയ്യാറാക്കിയ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അടുത്ത ദിവസം ഓവർഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് അതിൽ തുടങ്ങിയിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ.